നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭക്ഷ്യവിഷബാധയേറ്റുള്ള മരണങ്ങളും ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതും ഇന്നൊരു തുടർ സംഭവങ്ങളാണ്. പലപ്പോഴും നമ്മളൊക്കെ തന്നെ പല ആളുകളും പല യൂട്യൂബ് വ്ളോഗേഴ്സും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ പലരും ഭക്ഷണത്തിൻ്റെ ഓരോ ഹോട്ടലുകളിലെ റിവ്യൂവും അതുപോലെ അതൊക്കെ കണ്ടുകൊണ്ട് പലയിടങ്ങളിലും പോയി ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. പക്ഷേ പുറമേ കാണുന്ന തിളക്കമൊന്നും തന്നെ അകത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇന്ന് കോട്ടയം ഷാപ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ഭക്ഷ്യവിഷബാധയേറ്റൊരു യുവാവ് മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കുമരകം ചൂളഭാഗം സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. ജ്യോതിഷിനൊപ്പം ഭക്ഷണം കഴിച്ച 5 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയ്മനത്തുള്ള ഒരു ഷാപ്പിൽ നിന്ന് മീൻതല കറിയും കള്ളും കഴിച്ച ശേഷം അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. ഛർദിയും വയറുവേദനയും തുടർന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരിൽ ഒരാൾ ICUവിലാണ്. മറ്റുള്ളവരെ വാർഡിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തതിന് പിന്നാലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കാരണം വ്യക്തമാവുകയുള്ളൂ. ഷാപ്പിൽ നിന്ന് ഈ പറയുന്ന മീൻതലക്കറിയും കള്ളും വാങ്ങി ശിക്കാര വെള്ളത്തിൽ ഇരുന്നാണ് ഇവർ കഴിച്ചത്. പിന്നീടാണ് കുമരകം സ്വദേശികളും കുമളി സ്വദേശികളുമാണ് ഇവരുടെ സംഘത്തിലുണ്ടായിരുന്നത്. എല്ലാവരും പരസ്പരം സുഹൃത്തുക്കളാണെന്ന് പോലീസ് പറയുന്നുണ്ട്. പരാതിയിൽ ഈ ഷാപ്പിൽ പോലീസും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നാൽ മാത്രമായിരിക്കും കൂടുതൽ വ്യക്തത വരികയുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് മാത്രമാണ് ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. മാത്രമല്ല ഭക്ഷണം കഴിച്ച ഒരാൾ മരണപ്പെട്ടു. മറ്റുള്ള 5 പേരും ചികിത്സ തേടേണ്ട അവസ്ഥ വന്നു. അതായത് എല്ലാവർക്കും സമാനമായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഒരാളുടെ നില മാത്രമാണ് അതീവ ഗുരുതരമായി ആ യുവാവ് മരണപ്പെടുന്ന ഒരു സാഹചര്യം വന്നെത്തിയത്. തീർച്ചയായിട്ടും പുറത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും അവിടുത്തെ ഭക്ഷണത്തിൻ്റെ എത്രത്തോളം ക്വാളിറ്റി അവർ നൽകുന്ന ഭക്ഷണത്തിനുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് കാണുമ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. പല വിശ്വാസ്യതയും ഇന്ന് പല ഹോട്ടലുകളുടെയും ഇത്തരത്തിലുള്ള കടകളിലൊക്കെ തന്നെ തകരുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. കാരണം ഭക്ഷ്യവിഷബാധയേറ്റുള്ള മരണങ്ങളും ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് തിരുവനന്തപുരം ആര്യനാട് മേഖലയിൽ മത്സ്യം കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 100ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി എന്നുള്ള വാർത്ത വന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ആര്യനാട്, ഊഴമലയ്ക്കൽ, പറണ്ടോട്, കുറ്റിച്ചൽ, ഉത്തരങ്കോട് എന്നീ പ്രദേശങ്ങളിലെ നിരവധി ആളുകൾ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടത്. ഭക്ഷ്യവിഷബാധയേറ്റ കുടുംബങ്ങളിലെ വളർത്തുമൃഗങ്ങൾ ചത്തതായും റിപ്പോർട്ടുകളുണ്ട്. തുടക്കത്തിൽ ചെമ്പല്ലി മത്സ്യം കഴിച്ചവർക്കാണ് അസുഖം ബാധിച്ചതെന്നായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ കഴിഞ്ഞ ദിവസം ചൂരമീൻ കഴിച്ച 2 പെൺകുട്ടികളെയും മാതാപിതാക്കളും ആശുപത്രിയിലായതോടെ ഈ വാദം പൊളിഞ്ഞു. ഇതോടെ മറ്റിനം മീനുകൾ കഴിച്ചവർക്കും വിഷബാധയേറ്റത് ഗ്രാമീണ മേഖലകളിൽ വലിയ ഭീതി പടർത്തിയിരിക്കുകയാണ്. പാറശാലയിലും നെയ്യാറ്റിൻകരയിലും നേരത്തെ റിപ്പോർട്ട് ചെയ്ത സമാനമായ മാതൃകയിലാണ് ഇവിടെയും സംഭവമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. പിടയ്ക്കുന്ന മീൻ എന്ന വ്യാജേന വിപണിയിലെത്തിക്കുന്ന മത്സ്യങ്ങളിൽ വ്യാപകമായ ഫോർമലിൻ, അമോണിയ തുടങ്ങിയ മാരക രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ടെന്നാണ് സൂചന. കടലിൽ പോകുന്ന ബോട്ടുകൾ തിരിച്ചെത്താൻ ദിവസങ്ങൾ എടുക്കുമെന്നതിനാൽ മത്സ്യം -18 ഡിഗ്രി ഫ്രീസറിലോ 1 കിലോ മീനിന് 1 കിലോ ഐസ് എന്ന അനുപാതത്തിലോ സൂക്ഷിക്കണമെന്നാണ് നിയമം. എന്നാൽ പലപ്പോഴും വിതരണക്കാരോ ഇടനിലക്കാരോ ഇത് പാലിക്കാറില്ല. രാസവസ്തുക്കൾ ചേർത്ത മത്സ്യം കഴിക്കുന്നത് വഴി പെട്ടെന്നുണ്ടാകുന്ന ഛർദി, വയറിളക്കം എന്നിവയ്ക്ക് പുറമെ അൾസർ, ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്കും ആന്തരിക അവയവങ്ങളുടെ തകരാറിനും കാരണമാകും. ഇത് കുട്ടികളെയാണ് കൂടുതൽ ഗുരുതരമായി ബാധിക്കുന്നത്. 100ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടും ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ കൃത്യമായ പരിശോധനകൾ നടത്തുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നിലവിൽ സ്ട്രിപ്പുകൾ ഉപയോഗിച്ചുള്ള താൽക്കാലിക ക്വിക്ക് കിറ്റ് പരിശോധന മാത്രമാണ് നടക്കുന്നത്. ഐസ് കട്ടകളിലും ക്വാനുകളിലും കലർത്തുന്ന രാസവസ്തുക്കൾ കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമാണ്. എന്നാൽ ഇതിന്റെ ഫലം വരാൻ വൈകുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ആര്യനാട്ടിൽ നിന്നും മത്സ്യത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മത്സ്യ മാർക്കറ്റുകളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്നാണ് തിരുവനന്തപുരം മേയർ അടക്കം പറഞ്ഞിരിക്കുന്നത്. കാരണം 10ഓളം ഹോട്ടലുകളെയാണ് ഇത്തരത്തിലുള്ള പരിശോധന
പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം അവിടെ വളരെ പഴകിയ ഭക്ഷണമാണ്, അതുപോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ പേര് സഹിതമാണ് തിരുവനന്തപുരം മേയർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഏതായാലും സൂക്ഷിക്കുക. പഴകിയ മത്സ്യം തിരിച്ചറിയാൻ പാടായിരിക്കും. ചിലപ്പോൾ ചില പഴകിയ മത്സ്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത്, നല്ല മീനിൻ്റെ ശരീരത്തിന് സ്വാഭാവിക തിളക്കമുണ്ടാകും, എന്നാൽ രാസഗന്ധമോ ദുർഗന്ധമോ ഉണ്ടാകില്ല. കണ്ണുകളും ചെകിളയും, അതിൽ കണ്ണുകൾക്ക് നല്ല തിളക്കവും ചെകിളപ്പൂക്കൾക്ക് ചുവപ്പ് നിറവും ഉണ്ടെങ്കിൽ അത് നല്ല മീനാണ്. മീനിൻ്റെ ശരീരത്തിൽ വിരൽ കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുകയും പഴയപടിയാകാതിരിക്കുകയും ചെയ്താൽ അത് പഴകിയ മീനാണെന്ന് ഉറപ്പിക്കുക. മീനും അതുപോലെ തന്നെ മറ്റുള്ള മാംസാദികളൊക്കെ വാങ്ങുന്നവർ സൂക്ഷിക്കുക.